ഇന്ന് രാവിലെ വാട്സപ്പിൽ കണ്ട ഒരു പ്രാർത്ഥനാ വസിയത്തുള്ളൊരു മെസ്സേജ്. ഒരു ഉപ്പ തൻ്റെ മകന് കഴിഞ്ഞ CBSE എക്സാം റിസൾട്ട് വന്നപ്പോൾ 96.2% മാർക്ക് ലഭിച്ചു എന്നതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്ന മെസ്സേജ് പോസ്റ്റ് ചെയ്യാണ്. ഒരു നീണ്ട മെസ്സേജായിരുന്നു. അതിൽ പറയപ്പെട്ടിരുന്നത് ഈ സന്തോഷം തൻ്റെ മകന് ലഭിച്ചപ്പോൾ അത് അറിയിക്കാൻ വേണ്ടി മകനെ കാണാൻ പോകുന്ന രംഗമായിരുന്നു. കഴിഞ്ഞ 12 ദിവസമായിക്കൊണ്ട് റിയാദിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ 5ാം നിലയിലെ ICUവിൽ കഴിയുകയാണ് ആ മകൻ. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി യൂണിഫോമൊക്കെ മാറ്റി റെഡിയായി നിൽക്കുന്ന സമയത്താണ് മുട്ടിയപ്പോൾ വാതിൽ തുറക്കാതായത്. ചെറിയൊരു അറ്റാക്കായിരുന്നു, ഹാർട്ട് നിന്നുപോയതാണ്. ഒരു സ്ട്രോക്ക് ആയതുകൊണ്ട് തന്നെ തലയിലേക്കുള്ള രക്തയോട്ടം പ്രോപ്പറായി നടക്കാത്തത് കൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ, വലിയ കോംപ്ലിക്കേഷൻസ് ആ കുട്ടിക്ക് ഉണ്ടാവുകയാണ്. കഴിഞ്ഞ 12 ദിവസമായി അബോധാവസ്ഥയിൽ ആ കുട്ടി ഹോസ്പിറ്റലിൽ കഴിയണം. ആ ഉപ്പയുടെ മെസ്സേജ് നീണ്ടൊരു മെസ്സേജായിരുന്നു. 96% മാർക്ക് കിട്ടി. ആ വാർത്ത ആ കുട്ടിയെ അറിയിക്കുന്നതായിട്ട് ഇപ്പൊ പറയുന്നുണ്ട്. മോന്റെ ശരീരം പോയി പറയാണ്, മോനെ നിനക്ക് ഉന്നതമായ, നീ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള വലിയ മാർക്ക് നിനക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോഴും ആ കുട്ടിയുടെ മുഖത്ത് എന്തെങ്കിലും മുഖഭാവം, ഒരു മാറ്റം ഉണ്ടാകാനായിരുന്നു ആ ഉപ്പയും ഉമ്മയൊക്കെ ആഗ്രഹിച്ചത്. പക്ഷെ അതിപ്പോഴും ഉണ്ടായിട്ടില്ല. അള്ളാഹു എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾ വലിയ അനുഗ്രഹമാണ്. അവരെ പറ്റി ആലോചിക്കുമ്പോൾ ചെറിയ കുട്ടികൾ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ അത്രമേൽ അവരെ കെയർ ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും നമ്മൾ പലപ്പോഴും വേവലാതിയോടുകൂടി അവന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവന് നേരിടാനുണ്ടോ, ഈ പ്രായത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അവന് സംഭവിക്കാനുണ്ടോ എന്ന് ആലോചിച്ച് പലപ്പോഴും ജീവന തുല്യം നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ സ്നേഹിക്കാറുണ്ട്. ചരിത്രത്തിൽ ഒരു ഉദാഹരണം കാണാൻ സാധിക്കും. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മകനായ യൂസുഫിനെ കാണാതാവുന്ന സമയത്ത് ഒരു ഉപ്പ എന്ന നിലയ്ക്ക് യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹം വലിയ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഖുർആനിൽ തന്നെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്, യൂസുഫിനെ കാണാതായി ദിവസങ്ങളായി മുന്നോട്ട് പോവാണ്. ഈ സമയത്ത് തന്റെ ബാക്കിയുള്ള മക്കളോടായി അദ്ദേഹം പറയുന്നുണ്ട്, യാ വലിയ ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വഅഖീഹി, യൂസുഫിനെയും അവന്റെ സഹോദരൻ ബിന്യാമിനെയും കാണാതായിട്ടുണ്ട്, നിങ്ങൾ അവരെ തിരയാൻ വേണ്ടി നിങ്ങൾ പോയി കൊള്ളുക എന്ന് അവരോട് പറയാണ്. ശേഷം അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്. തന്റെ മകനെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു പിതാവ് മകനെ കാണാതായ വാർത്ത അവനെ തിരയാൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, വലാ തൈഅസു മിർ റൗഹില്ലാഹ്, അള്ളാഹുവിന്റെ ആശ്വാസത്തെക്കുറിച്ച്, പ്രതീക്ഷയെക്കുറിച്ച് നിങ്ങൾ നിരാശരാവുകയും ചെയ്യരുത്. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിരീൻ, കാഫിരീങ്ങളായ അവിശ്വാസികളായ ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ ആ ആശ്വാസത്തിൽ നിരാശ കൈക്കൊള്ളുക. മക്കളോടായി പറഞ്ഞു മനസ്സിലാക്കുകയാണ്, സ്വന്തം മകൻ നഷ്ടപ്പെട്ടിട്ട് പോലും, മകനെ കാണാതായിട്ട് മകൻ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ എന്ന് പോലും അറിയാത്ത ആ ഉപ്പ ചേർത്ത് വെക്കുന്ന വാചകങ്ങളാണ് ഇതെല്ലാം. അവർക്ക് അങ്ങനെയായിരുന്നു. എന്ത് പ്രയാസം വന്നാലും അവർ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള, ഒരുപക്ഷെ എത്ര തന്നെ ദുഃഖം സംഭവിച്ചാലും, എത്ര തന്നെ വലിയ പ്രയാസങ്ങളിലൂടെ അവർ കടന്നുപോയാലും, എല്ലാ വാതിലുകളും തങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടാലും അവർക്കുണ്ടായിരുന്ന പ്രതീക്ഷ അള്ളാഹു കൈവിടിയില്ല. മറ്റെല്ലാ പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിന്റെ കൂടെയുണ്ട് എന്നുള്ള അത്രമേൽ സ്നേഹമായിരുന്നു അവർക്ക് അള്ളാഹുവിനോടുണ്ടായിരുന്നത്. ആ റബ്ബിനോടുള്ള ഇഷ്ടം യഥാർത്ഥത്തിൽ തങ്ങളുടെ മക്കളെക്കാൾ ഏറെ നമുക്ക് അവിടെയൊക്കെ നിഴലിച്ച് കാണാൻ സാധിക്കും. മകൻ നഷ്ടപ്പെട്ടാലും അള്ളാഹുവിന്റെ കൂടെയുണ്ട്, ആ മകന്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തവക്കുലാക്കുന്ന ഒരു പ്രതീതിയായിരുന്നു നമ്മുടെ മുൻഗാമികളിൽ നിന്ന് കാണാൻ സാധിച്ചത്. ഒരിക്കൽ മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉമ്മയുടെ അടുക്കലേക്ക് ഒരു ഉമ്മ, ദരിദ്രയായ ഒരു ഉമ്മ തന്റെ 2 മകളെയും കൂട്ടി ആ ആയിഷ ബീവിയുടെ അടുക്കിലേക്ക് വരികയാണ്. എന്തെങ്കിലും ഭക്ഷിക്കാൻ ലഭിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. കുറെ ദിവസങ്ങളായി പട്ടിണിയിലാണ്, ഒന്നും നിലവിൽ കുറച്ച് ദിവസങ്ങളായി കഴിച്ചിട്ടില്ല. മക്കളുടെ വിശപ്പ് അകറ്റാനെങ്കിലും എന്തെങ്കിലും ലഭിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് ആ ഉമ്മ വരികയാണ്. ആയിഷ ബീവി തന്റെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 3 കാരക്കകളായിരുന്നു. ആ 3 കാരക്കയും എടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ആ ഉമ്മയുടെ അടുക്കിലേക്ക് വന്ന് ആ ഉമ്മയ്ക്കൊന്ന്, ബാക്കി 2 മക്കൾക്കും ഓരോന്ന് എന്ന നിലയ്ക്ക് അവർക്ക് കൊടുക്കുകയാണ്. മക്കൾ അവർക്ക് കിട്ടിയ ആ ഈത്തപ്പഴം, ആ കാരക്ക വളരെ പെട്ടെന്ന് ആർത്തിയോടെ കഴിക്കുന്നുണ്ട്. അതിനുശേഷം അവരിങ്ങനെ മടങ്ങുന്ന സമയത്ത് ആ ഉമ്മയുടെ കയ്യിൽ ഒരു കാരക്ക ബാക്കിയുണ്ടല്ലോ, മക്കൾ പെട്ടെന്ന് വാശി പിടിക്കുകയാണ്. ഉമ്മച്ചിയുടെ കയ്യിലുള്ള ആ ഈത്തപ്പഴം കൂടി ഞങ്ങൾക്ക് വേണമെന്ന് മക്കളോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ ആ ഉമ്മ സ്വാഭാവികമായും എന്താ ചെയ്യുന്നത് ഊഹിക്കാലോ,
ആ ഉമ്മയ്ക്ക് ഉണ്ടായിരുന്ന വിശപ്പ് സഹിച്ചുകൊണ്ടാണ് അവിടെ വരുന്നത്. എന്നാൽ പോലും തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഈത്തപ്പഴത്തെ, ആ ഒരു കാരക്കയെ രണ്ടായി പകുത്തുകൊണ്ട് 2 മക്കൾക്കും നൽകുകയാണ്. ഇത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അത്ഭുതത്തോടു കൂടി, കൗതുകത്തോടു കൂടി ഈ കാര്യം റസൂലിനോട് പങ്കുവെക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത കേട്ടപ്പോൾ പറഞ്ഞത്, ഇന്നല്ലാഹ ഖദ് അഉജബ ലഹാ അൽ ജന്ന, തീർച്ചയായും അല്ലാഹു ആ ഉമ്മയ്ക്ക് അവർക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. വഅഅതഖ ബിഹാ മിനൻ നാർ, നരകം അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ, നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് പറയപ്പെട്ട ഒരു കർമ്മമായിരുന്നു ഉമ്മാക്ക് തന്റെ മക്കളോടുള്ള സ്നേഹം. ഇതുപോലെയാണ് ഓരോ പിതാവും തന്റെ മക്കളെ സ്നേഹിക്കുന്നത്, ഓരോ മാതാവും തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഒരു പിതാവിന് തന്റെ മകനോടുള്ള സ്നേഹത്തെക്കാൾ, ഒരു മാതാവിന് തന്റെ മക്കളോടുമുള്ള സ്നേഹത്തെക്കാൾ ഏറെ നമ്മെ സ്നേഹിക്കുന്ന ഒരു രക്ഷിതാവ് നമുക്ക് ഏവർക്കുമുണ്ട്. നമ്മുടെ റബ്ബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാത്തിനേക്കാളും ഏറെ നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന വാർത്ത നമ്മൾ അറിഞ്ഞാലും എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ നോക്കിക്കാണുക? ഒരുപക്ഷെ റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന ഒരു ആംഗിളിൽ, എന്നൊരു വീക്ഷണത്തോടു കൂടി ഒന്ന് മാറിയിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മൾ അതിന് സമയം കണ്ടെത്താറുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ പലപ്പോഴും ഉപ്പ അനുഭവിക്കുന്ന ത്യാഗത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട്. നമ്മളൊക്കെ ഈ രൂപത്തിൽ വളർത്തി വലുതാക്കിയ ഉമ്മയുടെ ത്യാഗങ്ങൾ, ഗർഭിണിയായിരിക്കുമ്പോഴും നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഉപ്പയും ഉമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മളെ സേവിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഉപരി ഇവരെക്കാൾ ഏറെ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബിനെ കുറിച്ച് ആലോചിക്കാൻ എത്ര സമയം നമ്മൾ മാറ്റിവെക്കാറുണ്ട്? ഒരുപക്ഷെ നമ്മേക്കാൾ ഏറെ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ്, ആ റബ്ബിനെ ഓർത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് കരയാൻ സാധിച്ചിട്ടുണ്ടോ? ചിലപ്പോഴെങ്കിലും നമ്മുടെ കണ്ണുകൾ നനയാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലതും പ്രാർത്ഥിക്കാറുണ്ട്, ഭൗതികമായി പലതും ലഭിക്കാൻ പ്രാർത്ഥിക്കാറുണ്ട്, പലർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമ്മേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ആ റബ്ബിനെ ഓർത്തുകൊണ്ട് കണ്ണുകൾ കലങ്ങുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാളെ പരലോകത്ത് മറ്റൊന്നും തണലായില്ലാത്ത സമയത്ത് അള്ളാഹുവിന്റെ അർശിയുടെ തണൽ ലഭിക്കുമെന്ന് പറഞ്ഞ 7 കൂട്ടം ആളുകളിൽപ്പെട്ട ഒരു കൂട്ടം, അവർ ഒറ്റയ്ക്കിരിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് ഓർത്ത് ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന ആളുകളാണ് അവർക്ക് അവരുടെ കണ്ണുകൾ ആ ഇരിക്കുന്ന സമയത്ത് നിറഞ്ഞിങ്ങനെ ഒഴുകുന്ന അവസ്ഥ അവർക്കുണ്ടാവുമെന്നാണ്. ആ റബ്ബിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ആ റബ്ബ് നമ്മെ അത്രമേൽ സ്നേഹിക്കുന്ന വദൂദായ, വദൂദ് എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം തന്നെ അത്രമേൽ നമ്മെ സ്നേഹിക്കുന്ന റബ്ബ് എന്നുള്ളതാണ്. മറ്റെന്തിനേക്കാളും ഏറെ നമ്മെ സ്നേഹിക്കുന്ന ആ റബ്ബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ചരിത്രം കാണാൻ സാധിക്കും. ഒരു കച്ചവടക്കാരന്റെ കഥയാണ്. ഒരു കച്ചവടക്കാരൻ ദീർഘദൂരം യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. കടൽ കടന്ന് അദ്ദേഹം യാത്ര ചെയ്യാറുണ്ട് പലപ്പോഴും. അങ്ങനെ ഒരിക്കൽ കടലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തെല്ലാം കൈമോശം സംഭവിച്ച് അദ്ദേഹം വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവാണ്. തനിക്ക് കടമായിട്ട് കുറച്ച് പൈസ അത്യാവശ്യമായിട്ട് വരികയാണ്. പണം ആവശ്യമായി വന്നപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും അവിടെ കൂടെ ഉണ്ടായിരുന്ന, തനിക്ക് യാതൊരു നിലയ്ക്കും പരിചയമില്ലാത്ത ഒരു വ്യക്തിയോട് കുറച്ച് പൈസ ചോദിക്കുകയാണ് കടമായിട്ട്. അദ്ദേഹം ചോദിച്ച എമൗണ്ട് 10,000 ദിർഹമായിരുന്നു. 10,000 ദീനാറായിരുന്നു. 10,000 ദീനാർ എന്ന് വെച്ചാൽ അത് വലിയൊരു തുകയാണ്. പ്രത്യേകിച്ചും പരിചയമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാൾ കടം കൊടുക്കാൻ കൂട്ടാക്കാത്ത, ഇത് പറയുമ്പോൾ തന്നെ ഇത്ര വലിയ തുക ഞാനൊക്കെ തരികയെ എന്ന് ആലോചിക്കുന്ന രൂപത്തിൽ ചിന്തിച്ചേക്കാവുന്ന ഒരു വലിയ തുകയായിരുന്നു ഈ 10,000 ദിർഹം എന്നുള്ളത്. ഈ ഒരു എമൗണ്ട് ഇദ്ദേഹം ചോദിക്കുകയും അത് ചോദിച്ച സമയത്ത് തന്നെ വളരെ വേഗം തന്നെ ഈ വ്യക്തി കൊടുക്കാൻ കൂട്ടാക്കുകയും, പക്ഷെ അദ്ദേഹം ആ കൊടുക്കുന്ന വ്യക്തി ആകെ ചോദിച്ച 2 കാര്യമാണ്. താങ്കൾക്ക് ഞാൻ ഈ എമൗണ്ട് തരാം, താങ്കൾക്ക് വലിയ പ്രയാസം അനുഭവിക്കുന്നില്ല എന്ന കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, പക്ഷേ ഒരു സാക്ഷി വേണം. ഈ പണം ഞാൻ താങ്കൾക്ക് തരുന്നത് ഒരു സാക്ഷിയുടെ മധ്യസ്ഥതയിലാവണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കടം ചോദിച്ച വ്യക്തി പറയാണ്, കഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായിക്കൊണ്ട് അള്ളാഹു മതി എന്നാണ് എന്റെ വിശ്വാസം. ഇദ്ദേഹം പറഞ്ഞു, സാക്ഷിയില്ലെങ്കിലും ഒരു കഫീല് വേണം, ഒരു ഉത്തരവാദി വേണം. ഇത്രയും വലിയൊരു തുക താങ്കൾക്ക് തരുവാണല്ലോ, അതുകൊണ്ട് ഒരു ഉത്തരവാദി, ഒരു കഫീൽ ആവശ്യമാണ്. അപ്പൊ അദ്ദേഹം തിരിച്ചു മറുപടി പറയാണ്, ആ കടം ചോദിച്ച വ്യക്തി, കഫാ ബില്ലാഹി കഫീല, കഫീലായിക്കൊണ്ട് അള്ളാഹു തന്നെ മതിയായവനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയാണ്. ഇത് കേട്ടോടുകൂടി അള്ളാഹു വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്നതുകൊണ്ട് ആ വ്യക്തി തന്റെ കയ്യിലുള്ള 10,000 ദീനാർ അവിടെ കടം കൊടുക്കുകയാണ്. ആ കടം കൊടുത്ത് ഈ കടം സ്വീകരിച്ച വ്യക്തി പിന്നീട് അവിടുന്ന് യാത്ര തിരിച്ച് അദ്ദേഹത്തിന്റെ കച്ചവടവുമായി മുന്നോട്ട് നീങ്ങാണ്. അങ്ങനെ കച്ചവടം ചെയ്ത് വീണ്ടും അദ്ദേഹം വളരെ നല്ല രൂപത്തിൽ അത് മുന്നോട്ട് പോകുന്ന സമയത്ത്, അദ്ദേഹത്തിന് വലിയ ലാഭമൊക്കെ കിട്ടിയ സമയത്ത്, താൻ പറഞ്ഞ ആ അവധി എത്തി എന്ന് കണ്ടപ്പോ
നിശ്ചിതമായ സമയം എത്തിയെന്ന് കണ്ടപ്പോൾ ഈ പണം തിരിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹം ഒരുങ്ങി ഇറങ്ങാണ്. തന്റെ കയ്യിൽ ഈ 10,000 ദീനാറും പിടിച്ച് ഇദ്ദേഹം ആ വ്യക്തിയെ കാണാൻ വേണ്ടി ഇറങ്ങാണ്. പക്ഷെ അങ്ങനെ ഇറങ്ങുന്ന ആ അവധി എത്തിയ സമയത്ത് അദ്ദേഹം പോകാൻ വിചാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ കടൽ കടന്ന് അപ്പുറം പോയിട്ട് വേണം ഈ വ്യക്തിയെ കാണാൻ വേണ്ടി. പക്ഷെ അതിന് പോകാനുള്ള യാതൊരു യാത്രാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. കടൽ കടക്കാനോ ആ വ്യക്തി എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, ഏത് ഭാഗത്താണ് ഉണ്ടാവുക എന്ന് പോലും അറിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. ഒരു നിലയ്ക്കും കടം വീട്ടാവുന്ന ആ സമയത്ത് കൊടുക്കാമെന്ന ഒരു പ്രതീക്ഷയും ആ വ്യക്തിക്ക് ഉണ്ടാവുന്നില്ല. എന്നാൽ ഭയങ്കരമായ പ്രയാസത്തിൽ ആ വ്യക്തി കഴിയാണ്. ഈ സമയത്ത് അദ്ദേഹം ചെയ്ത കാര്യം എന്നാൽ അദ്ദേഹം ഒരു മരക്കഷ്ണം എടുക്കുകയാണ്. ആ മരക്കഷ്ണം എടുത്ത് ആ മരക്കഷ്ണത്തിനുള്ളിൽ വളരെ ഭദ്രമായി ഈ 10,000 ദീനാറും അതിന്റെ കൂടെ ഒരു എഴുത്തും വെച്ചുകൊണ്ട് അദ്ദേഹം കടലിലേക്ക് വെക്കുകയും, ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് പറയുന്ന ഒരു വർത്തമാനം ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാഹുവേ, എനിക്ക് ഈ വ്യക്തിക്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. എന്റെ കടം എത്രയും പെട്ടെന്ന് വീട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കൊടുക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല റബ്ബേ. അതുകൊണ്ട് ഈ പണം ഞാൻ നിന്നിൽ ഭരമേൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ കടലിൽ അദ്ദേഹം വെച്ച് അത് ഒഴുക്കി വിടാണ്. അങ്ങനെ ഒഴുക്കിവിട്ട ആ പണം ഇത് അവിടെ കടലിനപ്പുറത്ത് മറുഭാഗത്തായി ഈ പണത്തിനായി കാത്തിരിക്കുന്ന, ഒരുപക്ഷെ തന്റെ കയ്യിലുള്ള വലിയൊരു തുക കൊടുത്തത് കൊണ്ട് തന്നെ പ്രയാസം അനുഭവിച്ച് സാമ്പത്തികമായി വലിയ ദാരിദ്ര്യത്തിലെത്തിയ ആ മറ്റേ വ്യക്തി, പണം കൊടുത്ത വ്യക്തി, ആ വ്യക്തി ഇത് കാത്തിരിക്കുന്ന, കടലിനപ്പുറത്ത് കാത്തിരിക്കുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ ഇത് കാത്തിരിക്കുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് ഈ മരക്കഷ്ണം സ്വാഭാവികമായിട്ട് ഒഴുകി വരികയാണ്. ഇദ്ദേഹം പണം കിട്ടും, ആ വ്യക്തി ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന സമയത്ത് തനിക്ക് ആകെ ലഭിക്കുന്നത് ഒരു മരക്കഷ്ണമാണ്. ഈ മരക്കഷ്ണം കണ്ടതോടുകൂടി ഈ വ്യക്തി തീരുമാനിക്കുകയാണ്, ആകെ കിട്ടിയത് ഇത് മാത്രമാണല്ലോ, ഇന്ന് കൊണ്ടുപോയി കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് കരുതി ഈ മരത്തിന്റെ കഷ്ണം എടുക്കുകയും വീട്ടിൽ കൊണ്ടുപോയി അത് തുറന്നു നോക്കുമ്പോഴാണ് തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ആ തുക അതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അവിടെ അവർ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, അള്ളാഹുവിന്റെ തവക്കുലിന്റെ ഊക്ക് എത്രത്തോളമാണ് ഇവർക്കൊക്കെ. എത്രത്തോളം ആഴത്തിൽ അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, ചെറിയൊരു തുകയല്ല, തന്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും ഒരുപക്ഷെ മതിക്കാവുന്ന രൂപത്തിലുള്ള ഒരു തുക അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് തനിക്ക് സമയമായി എന്ന് കണ്ടപ്പോൾ ഒഴുകി വിടാനുള്ള, അതവിടെ എത്തുമെന്ന പ്രതീക്ഷയിൽ വിടാനുള്ള ആ ഒരു ആർജവം ഉണ്ടല്ലോ, എല്ലാം അള്ളാഹു മതിയായവനാണ് എന്ന ചിന്തയായിരുന്നു. എന്ത് പ്രതിസന്ധിയായാലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവിടെ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ റബ്ബ് വദൂദായ, റഹ്മാനായ, റഹീമായ, ജബ്ബാറായ, മാലിക്കായ, മുതകബ്ബിറായ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന വിശ്വാസമായിരുന്നു എപ്പോഴും അവർക്കെല്ലാം കൂടെ ഉണ്ടായിരുന്നത്. എത്ര തന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖജനാവ് അത് വിശാലമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മുഴുവൻ മനുഷ്യരും, ആദ്യത്തെ മനുഷ്യൻ മുതൽ ഏറ്റവും അവസാനം ജനിച്ച മനുഷ്യൻ വരെ, ആദ്യത്തെ ജിന്ന് മുതൽ ഏറ്റവും അവസാനം ജനിച്ച ജിന്ന് വരെ, ഇത്രയും ആളുകൾ ഒരു സ്ഥലത്ത് നിലനിന്ന് കഴിഞ്ഞാൽ അവരെല്ലാം അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു എനിക്ക് അത് നൽകണം റബ്ബേ, അള്ളാഹു എനിക്ക് ഇത് നൽകണം റബ്ബേ എന്ന് പറഞ്ഞ് അവരുടെ ആഗ്രഹം മുഴുവൻ അള്ളാഹുവിനോട് പറഞ്ഞ് ചോദിച്ചാൽ പോലും, അള്ളാഹു അതെല്ലാം നൽകിയാൽ പോലും അള്ളാഹുവിന്റെ ഖജനാവിന് യാതൊന്നും സംഭവിക്കില്ല. എന്തും തരാൻ അള്ളാഹു റെഡിയാണ്. പക്ഷേ അത് ചോദിച്ചു കഴിഞ്ഞാൽ, അതെല്ലാം തന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഖജനാവിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അത്രമേൽ വിശാലമാണ്, പ്രവിശാലമാണ് അള്ളാഹുവിന്റെ ഖജനാവ് എന്നത്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട വിഷയം, ചോദിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹുവിനോടൊന്ന് ഒറ്റയ്ക്കിരുന്ന്, റബ്ബേ എനിക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങളുണ്ട് റബ്ബേ, എന്റെ സങ്കടങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ, ഇതൊക്കെ നിന്നിലല്ലാതെ മറ്റാരിലാണ് ഞാൻ ഏൽപ്പിക്കുക, എന്നെ അത്രമേൽ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്ന റബ്ബേ, നിന്നോടല്ലാതെ മറ്റാരോടാണ് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് ചോദിക്കാൻ, സംസാരിക്കാൻ, ചാറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടെ പ്രസക്തമായി വരുന്നത്. സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. സഹായം ചോദിക്കുക എന്നത് അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമുള്ള കാര്യവുമാണ്. അള്ളാഹുവിന്റെ അടിമകളെ പറ്റി ഒരു കവി പാടുന്നുണ്ട്, വല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലു വബനു ആദമ ഹീന യുസ്അലു യഗ്ളബു. ഒരു കവി പാടാണ്, അള്ളാഹു എന്നാൽ, അള്ളാഹുവിന് നിങ്ങൾ ചോദിക്കുക എന്നത് അത്രമേൽ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമോ, ആദം നബിയുടെ സന്തതികളെ പറ്റി അദ്ദേഹം പറയുന്നത്, അവർക്ക് ചോദിക്കുക എന്നാൽ അത് ദേഷ്യം വരുന്നൊരു സംഗതിയാണ്. നിങ്ങൾ എത്രമേൽ അള്ളാഹുവിനോട് ചോദിക്കുന്നുവോ അത്രമേൽ അള്ളാഹുവിന് നിങ്ങളോടുള്ള ഇഷ്ടം കൂടി വരികയാണ്. എന്നാൽ നിങ്ങൾ അത് ചെയ്യാൻ കൂട്ടാക്കിയില്ല എങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന് ഇഷ്ടക്കേടും ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറയാണ്. നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയോട് ഒരു കുറച്ച് പൈസ നമ്മൾ കടം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുകയാണ്, അവരുടെ സമയമോ സാഹചര്യമോ അവരുടെ കഴിവോ എന്തോ നമ്മൾ ചോദിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. ഒരു തവണ ചോദിച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ അവരോട് പോകാറില്ല. ഇനി രണ്ടാമത്തെ തവണയും പോയി പറ്റില്ല എന്ന് പറഞ്ഞു, മൂന്നാം തവണ പോയി കഴിഞ്ഞാൽ നിന്നോടല്ലേ പറ്റില്ല എന്ന് പറഞ്ഞത് എന്ന് കയർത്ത് സംസാരിക്കുന്ന, ദേഷ്യപ്പെടുന്ന പ്രകൃതമാണ് പലപ്പോഴും മനുഷ്യരിൽ കാണാൻ സാധിക്കുക. എന്നാൽ
നമുക്ക് നിരന്തരം ചോദിക്കാം. ഒരു തവണ ചോദിച്ചു, കിട്ടിയില്ല, എന്താ ചെയ്യേണ്ടത്? അടുത്ത തവണ വീണ്ടും ചോദിക്കുക, വീണ്ടും ചോദിക്കുക. എത്ര തവണ നമ്മൾ ചോദിക്കുന്നുവോ അത്രമേൽ അള്ളാഹുവിന് നമ്മോടുള്ള ഇഷ്ടം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹദീസുകൾ കാണാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രി കൈകൾ നീട്ടി കാത്തിരിക്കുകയാണ്. പകൽ മുഴുവനും തെറ്റുകൾ ചെയ്ത, തിന്മകളിൽ അഭിരമിച്ച വ്യക്തി അവൻ എങ്ങാനും രാത്രി അള്ളാഹുവിനോട് പാപമോചനം തേടുന്നുണ്ടോ, തൗബ ചോദിക്കുന്നുണ്ടോ എന്ന് ആഗ്രഹിച്ച് അള്ളാഹു കാത്തിരിക്കുകയാണ് രാത്രികളിൽ. ഈ പകൽ സമയത്തോ രാത്രികളിൽ തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ആ രാത്രി തെറ്റ് ചെയ്ത് ആലോചിച്ചുകൊണ്ട് അവൻ പകലിൽ തൗബ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് അള്ളാഹു പകലും കാത്തിരിക്കുകയാണ്. ഇങ്ങനെ രാത്രിയും പകലുമൊക്കെ അള്ളാഹു നമുക്ക് വേണ്ടി, നമ്മളെക്കാൾ ഏറെ നമ്മെ സ്നേഹിക്കുന്ന ആ റബ്ബ് നമുക്ക് വേണ്ടി നമ്മുടെ തൗബയും കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത്രമേൽ നമ്മെ സ്നേഹിക്കുന്ന റബ്ബിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഇവിടെ നമ്മുടെ ദിക്റുകളെ പറ്റിയല്ല. നമുക്ക് ഒഴിവുള്ള സമയത്തെല്ലാം ദിക്റുകൾ ചൊല്ലണം, അത് നിർബന്ധമാണ്. എന്നാൽ അതോടൊപ്പം നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ഇബാദത്തുകൾ, ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് നമസ്കരിക്കുന്ന ആളുകളാണ് ഞാൻ നിങ്ങളൊക്കെ. നമ്മുടെ നമസ്കാരങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ ആ നമസ്കാരങ്ങളിൽ നമ്മുടെ ചിന്തകൾ മാറിപ്പോയി നമ്മുടെ ഭൗതികമായ ദുനിയവിയായ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? കൈങ്ങനെ കെട്ടുമ്പോൾ ആദ്യം നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിക്കുക, ഉമ്മയെ പറ്റി ആലോചിച്ച്, ഉപ്പയെ പറ്റി ആലോചിച്ച്, കച്ചവടത്തിന്റെ ലാഭത്തെയും നഷ്ടത്തെയും കുറിച്ച് ആലോചിച്ച്, പലപ്പോഴും കോളേജിലേക്ക് ചെയ്യാനുള്ള പല സെമിനാറുകളെ പറ്റി ആലോചിച്ച്, പലരും സംസാരിച്ച തമാശകളെ കുറിച്ച് ആലോചിച്ച്, ഇങ്ങനെ നമ്മുടെ നമസ്കാരത്തിന് സമയം പോലും നഷ്ടം സംഭവിക്കുന്നവരാണ് നമ്മളെങ്കിൽ തീർച്ചയായും ഗൗരവത്തിൽ തിരിഞ്ഞാലോചിക്കണം. അള്ളാഹുവേ, എന്റെ നമസ്കാരത്തിലേക്ക് ഖുശൂ നൽകണം റബ്ബേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. കാരണം നിരന്തരം ഓരോ ദിവസവും 5 വക്ത് നമസ്കരിക്കുന്ന ആളുകളാണ് നമ്മൾ. ദിക്റുകളും മറ്റു സ്വലാത്തുകളും ഒക്കെ ബോണസാണ്. പക്ഷെ നമസ്കാരം നിർബന്ധമായിട്ട് ചെയ്യുന്ന ആളുകളല്ലേ നമ്മളെല്ലാവരും. ആ നമസ്കാരത്തിലെ ചുരുങ്ങിയ 5-10 മിനിറ്റുകൾ, ആ സമയമെങ്കിലും റബ്ബേ നിന്നോട് ആത്മാർത്ഥമായി കരഞ്ഞു പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കണം എന്ന ചിന്തയായിരിക്കണം, എന്ന പ്രാർത്ഥനയായിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ പലപ്പോഴും പല കാരണങ്ങൾ അതിനുണ്ടാവും. ആരെയും വെറുതെ സ്നേഹിക്കില്ല. അതിൽപ്പെട്ട ചില കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിരുന്നത്, ഒന്ന്, ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി അവൻ ഭംഗിയുള്ളവനാവണം, അവൻ പൂർണ്ണതയുള്ളവനാവണം. ഭംഗിയാണ് പലപ്പോഴും നമ്മൾ സ്നേഹിക്കാറുള്ളത്, അല്ലെ? ഭംഗി എന്നാൽ സൗന്ദര്യം എന്നല്ല അർത്ഥം, സൗന്ദര്യം എന്നാൽ വെളുപ്പ് എന്നുമല്ല അർത്ഥം. ഭംഗിയുള്ള ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു ഭംഗിയുള്ളവനാണ്. ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം എന്നത്. സൗന്ദര്യം എന്നാൽ അത് പിന്നെ വെളുപ്പാണെന്ന് പലപ്പോഴും പറയപ്പെടുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. കറുത്ത ആളുകൾ അല്ലെങ്കിൽ ജാതീയമായി കുറച്ച് താഴേക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ, അവരൊക്കെ ഭയങ്കര മോശക്കാരും, മറ്റുള്ളവരെല്ലാം കുറച്ചൊന്ന് നിറം വെളുത്തു എന്നതിന്റെ പേരിൽ ഭയങ്കരമായ ഉന്നത കുലജാതരുമായി കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസമാണല്ലോ കണ്ണൂർ ജില്ലയിലെ ഒരു കോളേജിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണമായത്. അവിടെ ആ കുട്ടി ജാതീയമായി താഴേക്കിടയിലുള്ളവനാണ് എന്ന പേരും പറഞ്ഞ് ഒരു അധ്യാപകൻ ശകാരിക്കുകയും കളിയാക്കുകയും ചെയ്യാണ്. ആ വാർത്തയുടെ സത്യാവസ്ഥ നമുക്ക് ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. എന്നാലും ഇപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിൽ ജാതീയമായ അധിക്ഷേപവും വർണ്ണങ്ങളുടെ പേരിൽ കറുത്തവനാണ് എന്നതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരുപാട് കാലമായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ കറുപ്പിനെ സംബന്ധിച്ചും നിറങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ ഗോത്രങ്ങളെ സംബന്ധിച്ചും നാടുകളെ സംബന്ധിച്ചും ഒക്കെ നിങ്ങളെ വ്യത്യസ്തരാക്കിയിട്ടുള്ളത് നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ എത്രയോ കാലം മുമ്പ് നമുക്ക് പ്രഖ്യാപിക്കപ്പെട്ട മാനവികതയുടെ വിളംബരം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നത് പലപ്പോഴും ഭംഗിയുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ ഭംഗി ആഗ്രഹിക്കുന്ന ആളുകളെയാണ്, പൂർണ്ണത അല്ലെങ്കിൽ പെർഫെക്ഷൻ ഉള്ള ആളുകളെയാണ്. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആലയോളം, അള്ളാഹുവിനോളം ഭംഗിയുള്ള, അള്ളാഹുവിനോളം പൂർണ്ണതയുള്ള മറ്റാരാണുള്ളത്? എല്ലാ നിലയ്ക്കും ഭംഗിയായിക്കൊണ്ട് ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടിയെയും സൃഷ്ടിച്ച അള്ളാഹു മാത്രമല്ല, എല്ലാം ഏറ്റവും പരിപൂർണതയിൽ, അതിന്റെ ഏറ്റവും പെർഫെക്ഷനിൽ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് സംവിധാനിച്ച, അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല. എത്രമേൽ മഹത്തരമാണ് അള്ളാഹുവിന്റെ സൃഷ്ടികൾ. കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മൾ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ആർട്ടിമിസ് എന്ന ഒരു വലിയ ഉപഗ്രഹത്തിന്റെ വാർത്തകൾ അറിഞ്ഞത്. ചന്ദ്രന്റെ മറ്റൊരു ഭാഗത്ത് പോയി നിന്ന് നോക്കിക്കാണുകയും അതിലൂടെ ഭൂമിയെ മറ്റൊരു ആംഗിളിൽ നോക്കിക്കാണാൻ ആദ്യമായി സാധിച്ച ഒരു ടീമായിരുന്നു അവർ. 4 പേർ അവർ യാത്ര ചെയ്ത് തിരിച്ചു മടങ്ങി വന്നു. ആ യാത്ര ചെയ്ത് അവർ തിരിച്ചു വന്നപ്പോൾ അവർ പറയുന്ന ചില അനുഭവങ്ങളുണ്ട്. മൂണിന്റെ മറ്റൊരു ഭാഗത്ത് പോയിക്കൊണ്ട് ചന്ദ്രനെ കാണാൻ സാധിക്കുകയും അവിടെ നിന്ന് ഞങ്ങൾ ആസ്വദിച്ചത് ചന്ദ്രനെ ആയിരുന്നില്ല, മറിച്ച് ആ ചന്ദ്രന്റെ മറുഭാഗത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് ഭൂമിയെ കാണാമായിരുന്നു. ആ ഭൂമിയുടെ സൗന്ദര്യവും അതിന്റെ വിശാലതയും പ്രവിശാലതയും ഞങ്ങൾ കണ്ട് അമ്പരന്നു എന്നാണ് ആ സയന്റിസ്റ്റുകൾ, അവിടെ പോയ ആസ്ട്രോണോട്സ് പറഞ്ഞത്. അത്രമേൽ വിശാലമായി പ്രവിശാലമായ ഈ ഭൂമിയെ നമുക്ക് സംവിധാനിച്ചത്, എത്രയും പെർഫെക്ഷനിൽ ഈ സൃഷ്ടികളെല്ലാം ഒരുക്കി തന്ന നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല.
മറ്റൊന്ന്, നമ്മൾ ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുക അയാൾ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നവനാവണം, എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമുക്കുള്ളവനാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ബെനിഫിറ്റിനോളം, അള്ളാഹു നമുക്ക് നൽകിയ ഉപകാരത്തോളം, അനുഗ്രഹങ്ങളോളം മറ്റാരാണ് നമുക്ക് ഉപകാരം നൽകിയിട്ടുള്ളത്? 2 ദിവസം മുമ്പ് ഒരു വ്യക്തി മെസ്സേജ് അയക്കുകയുണ്ടായി. അദ്ദേഹത്തിന് തന്റെ മലം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് താൻ നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വയറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബവൽ ഇൻകോണ്ടിനൻസ് ആണ്. ഓരോ സമയത്ത് യാത്ര ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് മലം നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ പല സ്നഗ്ഗി മറ്റൊക്കെ നടക്കേണ്ട ഒരു സാഹചര്യമുള്ള ഒരു യുവാവ്, വെറും 35 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അത്രമേൽ പ്രയാസം അനുഭവിക്കുന്ന, ഇതിന് പരിഹാരമായിട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യം ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഒന്നും കഴിക്കാതെ തന്നെ നടക്കുക. അപ്പൊ പിന്നെ വയറ്റിന്ന് പോകില്ലല്ലോ. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെയൊക്കെ പരിസരത്തുള്ള ഒരുപാടധികം ആളുകൾ ഈ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കയറി നോക്കിയാൽ മതി. എത്രമേൽ പ്രയാസം അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വൈവിധ്യങ്ങളായ അനുഗ്രഹങ്ങൾ നമുക്ക് തന്ന് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ്, എത്ര സ്നേഹമായിരിക്കും നമ്മുടെ റബ്ബിന് നമ്മോട് ഉണ്ടാവുക. മറ്റൊരു കാര്യം, നമുക്ക് നമ്മൾ സ്നേഹിക്കപ്പെടാനുള്ള ഒരു ഗുണമായി നമ്മൾ മനസ്സിലാക്കുന്നത് അവരുമായിട്ടുള്ള ബന്ധമാണ്. നമ്മൾ നമ്മുടെ ഉമ്മയുമായും ഉപ്പയുമായിട്ടൊക്കെ അത്രമേൽ ആത്മാർത്ഥമായ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ റബ്ബിന് നമ്മോടുള്ള ബന്ധം എത്രത്തോളാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, വനഹ്നു അഖ്റബു ഇലൈകി മിൻ ഹബ്ലിൽ വരീദ്. നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളുടെ ഏറ്റവും അടുത്തിട്ടുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വദൂദായ, അതായത് ധിക്കരിക്കുന്ന ആളുകളോട് പോലും സ്നേഹം പ്രകടിപ്പിക്കുന്നവൻ എന്നാണ് വദൂദിന്റെ അർത്ഥം. നമ്മെ ഒരാൾ ധിക്കരിച്ചാൽ, നമ്മോട് മോശമായി പെരുമാറിയാൽ പോലും അവരോട് തിരിച്ച് സ്നേഹം മാത്രം പ്രകടിപ്പിക്കുന്നവൻ, അതാണ് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന് നമ്മോടുള്ള സ്നേഹത്തെ പറ്റി ഒരു ഹദീസ് കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. പരലോകത്ത് നമ്മെല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നാൾ വരാനുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ കർമ്മങ്ങൾ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നാൾ വരാനുണ്ട്. അവിടെ ആ പരലോകത്ത് വിചാരണ ചെയ്യുന്ന സമയത്ത് 2 രൂപത്തിലാണ് നമ്മൾ വിചാരണ ചെയ്യുക. ഒന്ന്, പരസ്യമായിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർ മുനാഫിക്കുകളാണ് അല്ലെങ്കിൽ കാഫിറുകളാണ്. രണ്ടാമതായി, രഹസ്യമായി വിചാരണ ചെയ്യുന്ന ആളുകളാണ്, അവർ മുഅ്മിനുകളാണ്, സത്യവിശ്വാസികളാണ്. ആ രഹസ്യമായി വിചാരണ ചെയ്യുന്ന ആളുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യുദ്നില്ലാഹു അൽ മുഅ്മിന ഫയളഉ അലൈഹി കനഫഹു വയസ്തുറു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയായ ആളുകളെ തന്റെ അടുക്കലേക്ക് ഇങ്ങനെ വിളിക്കും. ശേഷം അവർക്കും മറ്റുള്ളവർക്കും ഇടയിൽ ഒരു വലിയ മറ അള്ളാഹു സ്വീകരിക്കും. ശേഷം ജനങ്ങളിൽ നിന്ന് അവരെ മറച്ചുകൊണ്ട് അള്ളാഹു ഓരോ കാര്യങ്ങളായി അവരോട് ചോദിക്കും, ഇന്ന കാര്യങ്ങൾ നീ ചെയ്തില്ലേ, ഇത് തെറ്റായിരുന്നില്ലേ എന്ന ഓരോ കാര്യങ്ങളും ഓരോന്നായി അവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കേൾക്കുന്ന വിശ്വാസി സ്വാഭാവികമായിട്ടും അറിയാതെ സംഭവിച്ചു പോയ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാം. ആ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞു, റബ്ബേ അത് ഞാൻ ചെയ്തു പോയി, റബ്ബേ എനിക്ക് പറ്റിപ്പോയി, റബ്ബേ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവിടെ റബ്ബിനോട് തുറന്നു സംസാരിക്കുന്ന ആ ഒരു ഘട്ടം. ആ സമയത്ത് അള്ളാഹു ആ മറ സ്വീകരിച്ചത് മറ്റാരും അവനെ കുറിച്ച്, അവന്റെ ന്യൂനതകൾ, അവന്റെ അപാകതകൾ, അവനിൽ സംഭവിച്ചു പോയ തെറ്റുകളൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി, അവന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആ മറ സ്വീകരിച്ചത്. ശേഷം ആ വ്യക്തിയോട് പറയുന്നത്, അള്ളാഹുവെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്റെ കാര്യം തീർന്നു, എന്റെ കയ്യിൽ നിന്നെല്ലാം പോയി കഴിഞ്ഞു എന്നാലോചിച്ച് വിഷമത്തോട് നിൽക്കുന്ന ആ മുഅ്മിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിനക്ക് ഞാൻ എല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ നന്മയുടെ ആ ഏടുകൾ അവന് കയ്യിൽ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈമാനുള്ള മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്നേഹത്തിന്റെ ഒരു ഉപാധിയായിക്കൊണ്ട് പറഞ്ഞതാണ് പരലോകത്ത് മറ സ്വീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ രഹസ്യമായ രൂപത്തിലുള്ള വിചാരണ അവർക്ക് ഉണ്ടാവുന്നുള്ളത്. എത്രമേൽ അള്ളാഹു നമ്മെ ശിക്ഷിക്കാം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും ആലോചിച്ച് കഴിഞ്ഞാൽ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും ഒരു വശത്ത് നിർത്തുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന അള്ളാഹുവിനോടുള്ള നന്ദി മറുവശത്ത് നിർത്തുകയാണെങ്കിൽ എത്രയായിരിക്കും അതിനൊരു തോത്, എത്രയായിരിക്കും അത് തമ്മിലുള്ള അകലം. ഇങ്ങനെയൊക്കെ നമ്മൾ ശിക്ഷിക്കാവുന്ന റബ്ബ് നാളെ നമ്മുടെ പാപങ്ങൾ പോലും പൊറുക്കാൻ കാരണമാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ റബ്ബുമായി ആത്മാർത്ഥമായി ഒന്ന് ഒരുങ്ങി മാറിയിരിക്കാൻ, ഒന്ന് ഒറ്റയ്ക്ക് മാറി നിന്ന് കരയാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മതിവരാത്ത രൂപത്തിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കാൻ സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ചിന്ത, നമ്മെ സ്നേഹിക്കുന്ന റബ്ബ് നമ്മുടെ കൂടെയുണ്ട്, എല്ലാത്തിനും അവൻ മതിയായവനാണ് എന്ന ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ സുജൂദുകളുടെ ദൈർഘ്യം കൂടും, നമ്മുടെ റുക്കൂകളുടെ നീളം കൂടും, നമ്മുടെ നമസ്കാരം കൂടുതൽ ഖുശൂഉള്ളതാവും. അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് അവന്റെ സ്നേഹത്തെ കുറിച്ച് പ്രതീക്ഷിച്ച് കാംക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നാം ഏവരും വളരെയധികം സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മയെക്കാളേറെ, നമ്മുടെ ഉപ്പയെക്കാളേറെ, നമ്മുടെ ഭാര്യയെയും ഭർത്താവിനേക്കാളും ഏറെ, നമ്മുടെ മക്കളെക്കാളേറെ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബുണ്ട് എന്ന കാര്യം
നിരന്തരം നമ്മുടെ മനസ്സുകളോട് ആവർത്തിച്ച് നാം പറയേണ്ടതുണ്ട്. എത്രത്തോളം നാം ആ റബ്ബിനോട് അടുക്കുന്നുവോ അതിനേക്കാൾ ഏറെ വേഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോടും അടുക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ആരെങ്കിലും എന്നിലേക്ക് ഒരു ചാൺ അടുത്തു കഴിഞ്ഞാൽ ഞാൻ അവനോട് ഒരു മുഴം അടുക്കും. ഒരു മുഴമെങ്ങാനും ഒരാൾ അടുത്തു കഴിഞ്ഞാൽ ഒരു വാര ഞാൻ അവനോട് അടുക്കും. ഒരു വാരം എടുത്തു കഴിഞ്ഞാൽ നടന്നു വന്നു കഴിഞ്ഞാൽ അവനോട് ഞാൻ ഓടിച്ചെല്ലും എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ ആ വിളിക്ക് ഉത്തരം നൽകാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് പ്രസക്തമാവുന്നത്. നമുക്കുള്ള സമയത്ത്, നമുക്കുള്ള നമ്മുടെ അനുകൂലമായ സാഹചര്യത്തിലും നമ്മുടെ ഷെഡ്യൂളിനും അകത്തേക്ക് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും അള്ളാഹുവിനോടുള്ള തേട്ടവും ചോദ്യവും ഒക്കെ ഇഖ്ലാസോട് കൂടി നടത്താൻ, ആത്മാർത്ഥമായ റബ്ബിനോട് ചോദിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ ചോദിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹവും ഹബ്ബും നമുക്ക് ആത്മാർത്ഥമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മളാരും അള്ളാഹുവിനെ സ്നേഹിക്കാത്ത, അള്ളാഹുവിനെ വെറുക്കുന്ന ആളുകളല്ലല്ലോ. പക്ഷേ അള്ളാഹുവിനോടുള്ള സ്നേഹം, അവനോടുള്ള ചോദ്യമായി, തേട്ടമായി, പ്രാർത്ഥനയായി, ദിക്റുകളായി, ദുആകളായി നിരന്തരം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ സമയത്തും ഉണ്ടാവേണ്ടതുള്ളത്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അള്ളാഹുവിനോടുള്ള സ്നേഹം നിങ്ങൾ നിലനിർത്താനായി ഒരു പ്രാർത്ഥന കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വൽ അമല അല്ലദീ യുബല്ലിഗുനി ഹുബ്ബക എന്നൊരു പ്രാർത്ഥന കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അത്രമേൽ റബ്ബിനെ സ്നേഹിക്കുന്ന, റബ്ബിന്റെ സ്നേഹം ആഗ്രഹിക്കുന്ന, ആ സ്നേഹത്തിനനുസരിച്ച് റബ്ബിന്റെ കൽപ്പനകളെ ഓരോന്നും ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ സമയങ്ങളിലും, അത് രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ, നമ്മൾ മാത്രമുള്ള സമയമാവട്ടെ പരസ്യമായി പകൽമാനിനെ നടക്കുന്ന സമയമാവട്ടെ, ഏത് സമയത്താണെങ്കിലും അള്ളാഹുവിന്റെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അനുഗ്രഹിച്ചിട്ടുള്ള, ഇത്രമേൽ അനുഗ്രഹം നമുക്ക് നൽകിയിട്ടുള്ള ആ റബ്ബിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു അതിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കൂടുതൽ ഇഷ്ടത്തോടു കൂടി, സ്നേഹത്തോടു കൂടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കാനും അടുക്കുവാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ, ഖബറിൽ താമസിക്കുന്നവർ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങളായിക്കൊണ്ടും വലിയ കഷ്ടപ്പാടുകളും മാറാ രോഗങ്ങളുമായി കഴിയുന്ന എത്രയോ സഹോദരങ്ങൾ, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ആവശ്യപ്പെട്ട ആളുകൾ, അവർക്കെല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫാഉൻ ആജിൽ നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിലും കുടുംബത്തിലും അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവർക്കെല്ലാം അള്ളാഹു നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുജാഹിദീന ഫി ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുജാഹിദീന ഫി ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുജാഹിദീന ഫി കുല്ലി മകാൻ. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫി الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.